നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതിൽ തന്നെ ഫോക്കസ് ഏരിയയിൽ മെൻഷൻ ചെയ്തൊരു പോയിൻ്റാണ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് വാട്ട് ഈസ് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ. ലൂയിസ് ഡി ബ്രോഗ്ലി പ്രപ്പോസ്ഡ് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ. According to dual nature, radiation possesses both the particle nature ആൻഡ് വേവ് നേച്ചർ. അതായത് റേഡിയേഷന് ഒരു ഡ്യുവൽ നേച്ചർ ഉണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയ സയൻറ്റിസ്റ്റാണ് ലൂയിസ് ഡി ബ്രോഗ്ലി. അക്കോർഡിംഗ് ടു ഹിസ് കൺസെപ്റ്റ്, റേഡിയേഷൻ പോസസ് ബോത്ത് വേവ് ക്യാരക്ടർ ആൻഡ് പാർട്ടിക്കിൾ ക്യാരക്ടർ. വേവ് നേച്ചർ ഓഫ് റേഡിയേഷൻ വാസ് സക്സസ്ഫുൾ ഇൻ എക്സ്പ്ലെയിനിങ് ദ ഫിനോമിനൻ ഓഫ് ഡയഫ്രാക്ഷൻ ആൻഡ് ഇൻ്റർഫറൻസ്. അതായത് റേഡിയേഷൻ അഥവാ ലൈറ്റിൻ്റെ വേവ് നേച്ചർ ഉപയോഗിച്ചിട്ടാണ് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഡയഫ്രാക്ഷനും ഇൻ്റർഫറൻസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് റേഡിയേഷൻ എക്സ്പ്ലെയിൻഡ് ദ ഫിനോമിനൻ ലൈക്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് ഹൈഡ്രജൻ സ്പെക്ട്ര. അതുപോലെ തന്നെ റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നേച്ചർ ഉപയോഗിച്ചിട്ടാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഹൈഡ്രജൻ സ്പെക്ട്ര മുതലായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. Quantum theory was proposed by Max Planck. The important postulates are: first one, atoms and molecules could emit or absorb energy not in a continuous manner but discontinuously in small packets of energy called quanta or photons. ക്വാണ്ടം തിയറി പ്രപ്പോസ് ചെയ്തത് മാക്സ് പ്ലാങ്ക് ആണ്. നമുക്കിതിനകത്ത് ഈ തിയറിയിൽ ഒരു 3 പോസ്റ്റുലേറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തെ പോസ്റ്റുലേറ്റ്സ് ഇതാണ്. അതായത് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല, ബട്ട് ഇൻ എ ഡിസ്കണ്ടിന്യൂസ് മാനറിലാണ്. അത് എന്തിൻ്റെ ഫോമിലാണ്? സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജിയുടെ ഫോംസിലാണ് ഇത് എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നത്. ഈ എനർജിയുടെ സ്മോൾ പാക്കറ്റ്സിനാണ് ക്വാണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ്, ദ എമൗണ്ട് ഓഫ് എനർജി അസോസിയേറ്റഡ് വിത്ത് എ ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. നമ്മൾ പറഞ്ഞു എനർജി പാക്കറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വാണ്ടമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എനർജി ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആയിരിക്കും. ദാറ്റ് ഈസ് എനർജി ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു frequency of radiation. So we can write energy directly proportional to nu, E is equal to h nu. Here h is a proportionality constant. This constant is known as Planck's constant and it has a value of 6.626 into 10 raised to minus 34 joules second. Third postulate is a body can absorb or emit energy only in terms of some whole number multiple of quantum. That is E is equal to n h nu. n is equal to 1, 2, 3 etc. അതായത് ഒരു ബോഡിക്ക് എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ക്വാണ്ട ആയിരിക്കും. നമുക്കറിയാം ഒരു ക്വാണ്ടയുമായി അസോസിയേറ്റ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? എച്ച് ന്യൂ ആയിരിക്കും. അപ്പോൾ എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ന്യൂ ആയിരിക്കും. അതായത് എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ ഇ സിക്കൽ ടു എച്ച് ന്യൂ, അല്ലെങ്കിൽ 2h ന്യൂ, അല്ലെങ്കിൽ 3h ന്യൂ എന്ന ഒരു ഇതിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു ബോഡി എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ദീസ് ആർ ദ 3 പോസ്റ്റുലേറ്റ്സ് ഓഫ് പ്ലാങ്ക് ക്വാണ്ടം തിയറി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. It is an important topic. This phenomenon was first observed by Hertz. It is the phenomenon of ejection of electrons from certain metals like potassium, rubidium, cesium when light of suitable frequency fall on it. The ejected electrons are called photoelectrons. For example, നമ്മളിപ്പോഴും മെറ്റൽ സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു റേഡിയേഷൻ വന്ന് പതിക്കുന്നു. അതാണ് എന്ത് പറയുന്നത്?
ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. അപ്പോൾ ആ റേ ഇൻസിഡൻറ്റ് ചെയ്ത ആ പോയിന്റിൽ തന്നെ എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫിനോമിനെയാണ് എന്ത് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ചില മെറ്റൽസ് ഉണ്ട്, അതായത് പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം മുതലായ ആൽക്കലി മെറ്റൽസിൽ എന്ത് ചെയ്യും, റേഡിയേഷൻ ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി വന്ന് ഫോൾ ചെയ്യുമ്പോൾ സംഭവിക്കും, അതിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇജക്റ്റ് ചെയ്യുന്നു. ഈ ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. പൊതുവേ ആൽക്കലി മെറ്റൽസാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്നത്. കാരണം എന്താണ്, അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി വളരെയധികം കുറവാണ്. കൂടാതെ ആൽക്കലി മെറ്റൽസ് കൺസിഡർ ചെയ്യുമ്പോൾ സീഷ്യത്തിനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫസ്റ്റ് പോയിന്റ്, the electrons are ejected from the metal surface as soon as the beam of light strike the surface. That is, there is no time lag between the striking of light beam and the ejection of electron from the metal surface. അതായത് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് പതിക്കുന്ന ആ സമയത്ത് തന്നെ അതിൽ നിന്നും എന്ത് ഇജക്റ്റ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു. അവിടെ എന്തില്ല, അത് തമ്മിൽ ഒരു ടൈം ലാഗ് ഇല്ല. അതായത് എപ്പോഴാണോ ഒരു റേഡിയേഷൻ ഒരു മെറ്റൽ സർഫസിൽ വന്ന് പതിക്കുന്നത് ആ ടൈം തന്നെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. സെക്കൻഡ് പോയിന്റ്, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മീൻസ് തീവ്രത കൂടിയ ലൈറ്റാണ് വന്ന് പതിക്കുന്നതെങ്കിൽ അതിൽ നിന്നും പുറപ്പെടുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്തായിരിക്കും, കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ്. തേർഡ് പോയിന്റ്, ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം എ മെറ്റൽ ഓൺലി ഇഫ് ദ റേഡിയേഷൻ ഫാളിംഗ് ഓൺ ഇറ്റ് ഹാസ് എ മിനിമം ഫ്രീക്വൻസി µ0. ദിസ് ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. The corresponding minimum energy required to eject electrons are called work function, that is noted by W0. അതായത് ഒരു റേഡിയേഷൻ വന്ന് മെറ്റൽ സർഫസിൽ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ മെറ്റൽ സർഫസിൽ പതിക്കേണ്ടത്. ആ ഫ്രീക്വൻസിയിലും താഴ്ന്നൊരു റേഡിയേഷനാണ് പതിക്കുന്നതെങ്കിൽ അവിടെ എന്ത് നടക്കില്ല, ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കില്ല. അപ്പോൾ ആ മിനിമം ഫ്രീക്വൻസി µ0 നമ്മൾ പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. സോ വാട്ട് ഈസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി? ദ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം എ മെറ്റൽ സർഫസ് ഓൺലി ഇഫ് ദ റേഡിയേഷൻ ഫാളിംഗ് ഓൺ ഇറ്റ് ഹാസ് എ മിനിമം ഫ്രീക്വൻസി. ദിസ് ഈസ് കോൾഡ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതുപോലെ തന്നെ corresponding minimum energy required to eject electrons are called work function. അതായത് ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വർക്ക് ഫംഗ്ഷനെ നമ്മൾ W0 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് H ഇൻറ്റു µ0 ഈസ് ദി വർക്ക് ഫംഗ്ഷൻ. സോ യു ഹാവ് ടു സ്റ്റഡി വാട്ട് ഈസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ആൻഡ് വർക്ക് ഫംഗ്ഷൻ. The fourth point is that the kinetic energy of the ejected electrons is directly proportional to the frequency of incident radiation. അതായത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ഇജക്റ്റഡ് ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ ഈസ് ദ ഫ്രീക്വൻസി. Therefore we can write kinetic energy is equal to H into nu. Here H is a proportionality constant. H is known as Planck's constant. Kinetic energy കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. Kinetic energy is equal to H into nu minus µ0. ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. Here nu is the frequency of incident radiation, µ0 is the threshold frequency. നമുക്ക് ഓൾറെഡി അറിയാം
കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഹാഫ് mv² ആണ്. therefore half mv² is equal to h into nu minus nu0. So these are the 4 characteristics of photoelectric effect. Thank you.